അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ദുആകൾ പെട്ടെന്ന് സ്വീകരിക്കാൻ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയാകാൻ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകാൻ, വിഷമങ്ങൾ പെട്ടെന്ന് നീങ്ങിക്കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ നാം പതിവാക്കേണ്ട ഒരു ദുആയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തങ്ങളുടെ കൂടെ ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. വറജുലുൻ ഖായിമുൻ യുസല്ലി, ആ സമയം അന്നേരം ഒരു മനുഷ്യൻ അവിടെ നിസ്കരിക്കുന്നുണ്ട്. ഫലമ്മാ റകഅ വസജദ വതശഹദ, അദ്ദേഹത്തിന്റെ റുകൂഅ്, സുജൂദ്, അത്തഹിയ്യാത്ത് കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം ദുആ ചെയ്തു. ഫഖാല ഫീ ദുആഇഹി, അദ്ദേഹത്തിന്റെ ദുആയിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം إني أسألك. فقال النبي صلى الله عليه وسلم لأصحابه, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, പറഞ്ഞു, തദ്റൂന ബിമാ ദഅ, അദ്ദേഹം എന്താണ് ദുആ ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഖാലു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അള്ളാഹും അവന്റെ റസൂല് മാത്രമേ അത് അറിയുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ഇതുപോലുള്ള അറിവുകൾ ദിവസവും എത്തിച്ചു തരുന്നത് ഞങ്ങളുടെ ചാനലിന്റെ അഡ്മിനാണ്. അപ്പോൾ ചാനലിന്റെ അഡ്മിൻ ഒരു 4 വർഷത്തോളമായി ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആയിട്ടും അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞാനിവിടെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം, അതിലേക്ക് അയച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായിരിക്കും. ഈ റമദാൻ മാസമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂലിയൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ മാസം അവസാനിക്കും തോറും ഒരു സഹായം ആ വീടിന് വേണ്ടി സഹായം ചെയ്യാം എന്നൊരു പ്ലാനിങ്ങിലാണ് ഈ ഒരു സഹായം നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, ഞങ്ങൾ യൂട്യൂബിലൂടെ 1 രൂപ ഉണ്ടാക്കുന്നില്ല. നിങ്ങളിലേക്ക് ദീനിയായ അറിവുകൾ എന്നും എത്തിച്ചു തരാം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതല്ലാതെ ഞങ്ങൾ യൂട്യൂബിലൂടെ 1 രൂപ ഉണ്ടാക്കുന്നില്ല. യൂട്യൂബിലൂടെ പരസ്യവും ഞങ്ങൾ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സംശയമുള്ളവർക്ക് യൂട്യൂബിലൂടെ 2-3 പ്രാവശ്യം ഈ വീഡിയോ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാം, കോൺടീൻ ഓണല്ല, പരസ്യം വരുന്നതില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം, ആ വീടിനൊരു സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ മുകളിൽ സ്ക്രീനിൽ എഴുതി കാണിക്കാം. എന്നും നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നബി തങ്ങള് സ്വഹാബത്തിനിക്ക് പറഞ്ഞു കൊടുത്തു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത് ആ അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് ദഅല്ലാഹ്, അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ബിസ്മിഹിൽ അലീം, അലീമായ ഇസ്മു കൊണ്ടാണ്. ഇസ്മുൽ അഅ്ലം പറഞ്ഞാണ് അദ്ദേഹം ദുആ ചെയ്തത്. അല്ലദീ, എങ്ങനെയുള്ള ഇസ്മുൽ അഅ്ലമാണ്? ഇദാ ദുഇയ ബിഹി, ഇസ്മുൽ അഅ്ലം കൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് ചോദിച്ചാൽ, അജാബ, തീർച്ചയായും ഉറപ്പായും അതിന് ഉത്തരം കിട്ടും. വഇദാ സുഇല ബിഹി, ഇസ്മുൽ അഅ്ലം ചൊല്ലി എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും, എന്ത് ഖൈറായ കാര്യങ്ങൾ, ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അപ്പൊ ഈ ദുആയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഇസ്മുൽ അഅ്ലമുണ്ട്, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മുൽ അഅ്ലം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് യാ ദൽ ജലാലി വൽ ഇക്റാം. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം, വലിയ മഹത്വം നിറഞ്ഞ 2 ഇസ്മുകളാണ്.
ഈ ഇസ്മ ചൊല്ലി എന്തും നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം നിങ്ങൾ പതിവാക്കുക, ധാരാളം ചൊല്ലുക. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ എന്ന ഇസ്മ ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകും, ആഗ്രഹിക്കുന്നത് നൽകും. ഒരു മനുഷ്യനെ നബി തങ്ങള് പറയുന്നതായി കേട്ടു. ഓഹോ യഖൂൽ, അദ്ദേഹം ധാരാളം പറയുന്നുണ്ട്, യാദൽ ജലാലി വൽ ഇക്റാം, ധാരാളം യാദൽ ജലാലി വൽ ഇക്റാം പറയുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഉസ്തുജീബ ലക്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫസൽ, നീ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള്, വിഷമങ്ങള്, പ്രതിസന്ധികള്, കടങ്ങള്, എന്തൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെയും അല്ലാഹു മാറ്റിത്തരും. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദുആ എന്ന ദിക്ർ എന്ന ഇസ്മ നാം പതിവാക്കുക. ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും, ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും. എവിടെ പോയാലും നാം വിജയിക്കും. നമ്മെ ഒരാൾക്കും എന്തും ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടും ചെയ്യാൻ സാധ്യമല്ല. വലിയ മഹത്വം നിറഞ്ഞ ഒരു ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മ പതിവാക്കുക. ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഭാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.